ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ചെയ്യാൻ പോണ ആക്സസിൻ്റെ ഫുൾ പിസ്റ്റൺ വർക്കാണ്. നമ്മൾ വീഡിയോയിൽ പോകാം. നമ്മൾ ആദ്യമായിട്ട് ഇതൊരു ബോർ ചെയ്തിട്ടാണ് നമ്മൾ പിസ്റ്റണ് ബോർ ചെയ്ത് കൊണ്ടുവന്നതാണ്. പുതിയ സിലിണ്ടർ സെറ്റ് മാറ്റിയല്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പിസ്റ്റൺ എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. രണ്ട് കണ്ടില്ലേ, അത് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്ന് നമ്മൾ നോക്കുകയാണ് എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു ഇന്ന് വരുന്ന ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ ഹെഡ് എടുത്ത് നോക്കുക. ഹെഡിൽ കണ്ടില്ലേ, ഇന്ന് വരുന്ന വാൽവ് എന്ന് വെച്ചാൽ വലിയ വാൽവ് ആയിരിക്കും, മറ്റേ ഔട്ട് ചെറിയ വാൽവ് ആയിരിക്കും. അപ്പോൾ ആ ഒരു നോക്കിയാൽ പെട്ടെന്ന് കറക്റ്റായി നോക്കാൻ കിട്ടും. കണ്ടോ, അത് ഇനി വരുന്ന വലിയ വാൽവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് പിസ്റ്റണിൽ കണ്ടില്ലേ, നമ്മൾ വലിയ ഒരു ഹോൾസ് കണ്ടില്ലേ. എന്നപ്പോൾ ആ ഒരു വലിയ ഒരു ഇത് വരുന്ന ഭാഗം നമ്മൾ മുകളിലോട്ടാക്കി വെക്കണം. ജസ്റ്റ് കാണിച്ചു തരാം. രണ്ട് വാൽവ് തട്ടേണ്ട ഒരു ഗാഡിയാണ്. അപ്പോൾ അത് നമ്മൾ വലുതേതാ ചെറുതേതാ നോക്കിയിട്ട് ആ ഒരു സിലിണ്ടറിൽ നോക്കിയാൽ നല്ല പിന്നെ ഹെഡിൽ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ വലിയ വാൽവ് വരുന്ന ഭാഗം നമ്മൾ മുകളിലോട്ടാണ് വെക്കേണ്ടത്. എല്ലാത്തിനും വലുതെന്നാണ് വരിക വാൽവ്. പിന്നെ വലുത് ഒരു ചെറുതാണ്. വലുത് നമ്മൾ ടോപ്പിൽ നിന്ന് വെച്ച് കൊടുക്കണം, മുകളിലോട്ടൊന്ന് ആക്കി കൊടുക്കണം. നമ്മൾ പിസ്റ്റൺ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കൂടെ ഒരു പിന്ന് വരും, പിന്നെ ഒരു ലോക്കും വരും. നമ്മൾ എയറൊക്കെ ഉണ്ടാവും, ഓയിൽ പമ്പിങ്ങിൽ വരുന്ന ഭാഗമാണ്. അതൊക്കെ നല്ലോണം നമ്മൾ എയർ അടിച്ചിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. സെറ്റ് ചെയ്യുമ്പോൾ നല്ലോണം പെട്രോളൊക്കെ ഉപയോഗിച്ചിട്ട് എയറൊക്കെ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാണ്. പിസ്റ്റണൊക്കെ നമ്മൾ രണ്ട് ലോക്കിൻ്റെ കൂടെ വരുന്നതാണ്. ഒരു ലോക്ക് നമ്മൾ പിസ്റ്റണിൻ്റെ കൂടെ ഇപ്പം അതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ പിന്ന് ഒരു പിസ്റ്റൻ്റെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടാണ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു മുകളിൽ ആ വലിയൊരു ഭാഗം വരിക കണ്ടില്ലേ, നമ്മളെ വാൽവ് തട്ടുന്നത്. ഒരു സൈഡിൽ നമ്മൾ ഒരു പിന്ന് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. രണ്ടാമത് നമ്മൾ അതിൽ ഇറക്കിയതിന് ശേഷം പിന്നെ ഉള്ളിലത്തെ ഒരു പിന്നിട്ടതിന് ശേഷം നമ്മൾ പിന്നെ ലോക്ക് ഇട്ടാൽ മതി. ഒരു ലോക്ക് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യാണ്. അത് കുറച്ച് ശ്രദ്ധിക്കണം, എന്നാൽ ഒരു കണക്റ്റ് സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് ഒരു ലോക്ക് സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ സ്പീഡാക്കി എടുത്തിട്ടൊന്നുമില്ല. കണ്ടോ, ലോക്ക് നല്ല കുടുങ്ങിയോന്ന് നോക്കണം കേട്ടോ. നമ്മൾ ആദ്യമായിട്ടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ആ ഒരു വലിയ ഒരു വാൽവ് തട്ടേണ്ട ഒരു ഭാഗം മുകളിലോട്ടാക്കി വെക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പിന്ന് ഉണ്ടല്ലേ, ആ പിന്നിൻ്റെ കൂടെ വരും. നമ്മൾ ഈ ഒരു പിസ്റ്റൺ എന്ന് വെച്ചാൽ ഉഷേൻ്റെ പിസ്റ്റണാണ്. ഫസ്റ്റത്തെ ബോറിംഗ് ആണ്, 0.25 വരുന്നത്. അതുകൊണ്ട് ആ ഒരു പിന്നാണ് നമ്മൾ പൊട്ടിക്കേണ്ടത്. ആ പൊട്ടിച്ചിട്ട് നമുക്ക് ആ ഒരു ഇന്ന് മുകളിലോട്ടാക്കിയിട്ട് വലിയ വാൽവ് തട്ടിൻ്റെ ആ ഒരു ഭാഗം മുകളിലോട്ട് വെച്ചിട്ട് കണ്ടില്ലേ, ഒരു പിന്ന് നമുക്ക് ഇറക്കി കൊടുക്കണം. കണ്ടോ, ഒരു സൈഡാണ് നമ്മൾ വെച്ചാൽ ഒരു ഭാഗം മുകളിലോട്ട്. കണ്ടോ, വലിയ പിന്നടി കണ്ടോ, വാൽവും ചെറുതും. അപ്പോൾ ഒരു ഭാഗം മുകളിലോട്ട് ആക്കി വെച്ചിട്ട് വേണം നമുക്കൊരു പിന്നിടാൻ. ജസ്റ്റ് നമ്മൾ ക്രാങ്കിൻ്റെ കൺട്രാഡിൻ്റെ അവിടുന്ന് ഒരു അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ആ ഹോൾസ് ഉണ്ടല്ലേ കൺട്രാഡിൻ്റെ, അതിൻ്റെ ഉള്ളിൽ കൂടാണ് നമ്മൾ ഒരു പിന്ന് അങ്ങോട്ട് കയറ്റേണ്ടി. കണ്ടോ, ഒരു പിന്ന് ലെവലാക്കി നമ്മൾ മെല്ലെ ഇളക്കി കൊടുത്താൽ സിമ്പിളായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരും. നല്ല മെല്ലെ തട്ടി കൊടുക്കുക, അല്ലെ കണ്ടോ, കയ്യോണെന്നാൽ പോലും തട്ടി കൊടുക്കാൻ വേണ്ടി. ശേഷമാണ് നമുക്ക് ആ സൈഡ് ഫസ്റ്റ് ലോക്ക് കുടുക്കി, അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ലോക്ക് കൊടുക്കണം. ആ പിന്നി ചാടി പോകണ്ടൊക്കെ വേണ്ടിയാണ് ഇങ്ങനത്തെ ലോക്ക് വരും. ആ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ക്രാങ്കിൻ്റെ ഉള്ളിലേക്ക് സിലിണ്ടർ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു വേസ്റ്റ് എന്തോ അവിടെ വെച്ച് കൊടുക്കുക. എന്തിനാ വെച്ചാൽ ഈ പിന്നെ അഥവാ നമ്മൾക്ക് കൊടുക്കാനായില്ലെങ്കിൽ അങ്ങോട്ട് തെറിച്ചു പോകും. അതുകൊണ്ട് അങ്ങോട്ട് പോയാൽ പിന്നെ എഞ്ചിനൊക്കെ അയച്ചാൽ പിന്നെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് റിസ്ക് ആണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വേസ്റ്റ് അവിടെ വെച്ച് കൊടുത്താൽ അങ്ങനെ നീങ്ങി പോകില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഒരു പിന്നെ അവിടെ വെക്കുമ്പോൾ അവിടെ വെച്ച് ജസ്റ്റ് കണക്റ്റ് ഇട്ടിട്ട് വേണം നമുക്ക് ഒരു പിന്ന് കൊടുക്കാൻ. ആ പിന്നെ നല്ലോണം കുടുങ്ങിയെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. നമ്മൾ ഇങ്ങനെ കാണിച്ചു തരാനാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കണം. നല്ലോണം ഉണ്ടോ ഉള്ളിലേക്ക് അപ്ലൈ ചെയ്താൽ സിമ്പിളാണ്. പക്ഷേ നമ്മളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ സിമ്പിളായി തോന്നുന്നത്. നിങ്ങളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു പഠിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. മെക്കാനിക്കുമാർക്കൊന്നും അല്ല, ഓലൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ആ ഒരു പിന്നെ ഞാൻ എടുത്തതിന് ശേഷം ഒരു വേസ്റ്റ് എടുത്ത് അടുത്തായി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ രണ്ട് സ്ലീവാണ് വരിക. സ്ലീവ് ഫസ്റ്റത്തെ ആ ഒരു സ്ലീവ് രണ്ടെണ്ണം ഒരു സൈഡിലായി വരും, ഡൈമിജിൻ്റെ സൈഡിലായി. പിന്നെ അതിൻ്റെ മുകളിലാണ് പാക്കിംഗ് ഇടുക. സ്ലീവൊക്കെ നിർബന്ധമായും അതിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ ടൈം ചെയിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാട്ടോ. ഇത് സെറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഓവർ ഇതൊക്കെ അയക്കുന്നെങ്കിൽ ടൈം ചെയിനൊക്കെ ഇതിൻ്റെ കൂടെ മാറ്റി കൊടുക്കണം. നമ്മൾ നോക്കിയിട്ട് നല്ല ടൈം ചെയിനാണ്, പുതിയ ടൈം ചെയിനാണ് കണ്ടിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്ത, വേറെ സൗണ്ടൊന്നും ഇല്ലായും. പിന്നെ വെച്ചാൽ നമ്മൾ ഈ ഒരു പാക്കിംഗ് ആണ് അടുത്ത ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും. ഒരു ഹെഡ് പിന്നെ സിലിണ്ടർ പാക്കിംഗ് ആണ് ഏറ്റവും ഫസ്റ്റ് വരുന്ന ഒരു പാക്കിംഗ്. നമ്മൾ അനാബോണ്ട് ഉപയോഗിച്ചിട്ട് ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു പേസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ റെഡി ഹോൾസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പിന്നെ റെഡി ഒരു ഹോൾസിൽ കറക്റ്റായി കയറും. എന്നിട്ട് അതിലേക്ക് ഇറക്കി കൊടുക്കുക. തിരിഞ്ഞൊന്നും പോയത് ഇറക്കുമ്പോൾ ശ്രദ്ധിക്കണം, സിമ്പിളായിട്ട് അതിൽ ഇറങ്ങി പോകും. അപ്പോൾ ആ രീതിയിൽ വെക്കണം. എന്നിട്ട് ടൈം ചെയിൻ പുറത്തേക്ക് എടുത്തതിന് ശേഷമാണ് നമ്മൾ സിലിണ്ടർ സെറ്റ് ചെയ്യേണ്ടി. ഫസ്റ്റ് പാക്കിംഗ് കംപ്ലീറ്റ് അങ്ങോട്ട് അടുപ്പിച്ച് വെക്കുക കേട്ടോ. അടുപ്പിച്ച് വെച്ചതിന് ശേഷം
പിന്നെയാണ് നമുക്കുണ്ടോ ഈ സിലിണ്ടർ ബോർ ചെയ്ത് കൊണ്ടുവന്ന സിലിണ്ടറാണ് നമ്മൾ എടുത്തത്. അന്നപ്പോൾ നമ്മൾ സിലിണ്ടർ മാറ്റുന്നില്ല, നമ്മൾ ബോർ ചെയ്ത് കൊണ്ടുപോയത് ചെയ്യാണ്. കണ്ടോ ഓയിലൊക്കെ ഉപയോഗിച്ച് നല്ലോണം സെറ്റ് ലൂബ്രിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളൊന്ന് പിസ്റ്റൺ ഫസ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ നല്ലോണം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നതിന് ശേഷം നമുക്ക് സിലിണ്ടർ മെല്ലെ പിസ്റ്റണിൽ ഇറക്കുക. പിന്നെ റിങ്സ് ഒന്നും സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചില്ല, വരുന്നൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്താനായില്ല, അതുകൊണ്ടാണ്. സിലിണ്ടർ നമ്മൾ ഇറക്കുമ്പോൾ നിന്ന് വെക്കേണ്ടത് വെച്ചാൽ അതിൽ 3 റിങ്സ് ഉണ്ടാവും. അപ്പോൾ ആ റിങ്സ് ഫസ്റ്റത്തെ ടോപ്പ് 1 ആണ് ഫസ്റ്റ് റിങ്സ് കയറുക. അപ്പോൾ ടോപ്പ് 1 ഫസ്റ്റ് നമ്മൾ ഈ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ഒരു സൈഡ് കയറ്റിയതിന് ശേഷം മറ്റേ സൈഡ് നമ്മൾ കണക്ട് ഉപയോഗിച്ചിട്ട് തള്ളി കൊടുത്താൽ സിമ്പിളായിട്ട് കയറുക. പിന്നെ ടോപ്പ് 2 ആണ്, ടോപ്പ് 2 അതുപോലെ തന്നെ ഒരു സൈഡ് കയറ്റുക ഫസ്റ്റ്. എന്നതിന് ശേഷം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് മുകളിൽ നിന്ന് തള്ളി കൊടുത്താൽ അതും കയറും. പിന്നെ ഓയിൽ റിങ്സ് ആയിട്ട് ലാസ്റ്റ് ആകുമ്പോൾ ഒന്ന് തള്ളി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ സിലിണ്ടർ മല്ലൊന്നും കൂടെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ സിമ്പിളായിട്ട് അങ്ങോട്ട് പിസ്റ്റൺ കയറിക്കോളും. കണ്ടോ അങ്ങനെ തള്ളിയാൽ അങ്ങോട്ട് പോരും. പിന്നെ നമ്മൾ ഫുൾ അങ്ങോട്ട് തള്ളിയത് നമ്മൾ ടൈം എഞ്ചിന് പുറത്തേക്ക് വീടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് എടുക്കാൻ നല്ലതാണ്, ആ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ നല്ല ഇളക്കി അതിൻ്റെ കുറച്ചങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ടൈം എഞ്ചിന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കണം. കണ്ടോ ഇങ്ങനെ സിമ്പിളായിട്ട് ഇറക്കിയ ശേഷം പിന്നെ നമ്മൾ ഫുള്ള് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് ടൈറ്റായി കൊടുക്കാം. കണ്ടോ പിന്നെ പിസ്റ്റണ് ടോപ്പിലാക്കി കുറച്ച് നല്ലോണം കണ്ടോ കുറച്ച് ടോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് തിരിച്ച് ഫ്ലൈവീൽ എന്നിട്ടാണ് നമുക്ക് അടുത്ത് പിന്നെ ഹെഡാണ് സെറ്റ് ചെയ്യേണ്ടത്. ഹെഡ് സെറ്റ് ചെയ്യുന്നതിന് പിന്നെ നമ്മൾ ആ ഓയിലും എന്തോ കരടൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ഒന്ന് തുടച്ച് ലെവലായി കൊടുക്കുന്നുണ്ട്. ചെയിൻ്റെ പേഡ് ഇടണം. ഈ ടൈം എഞ്ചിൻ്റെ ഈ ഒരു പേഡ് എന്ന് വെച്ചാൽ നമ്മളെ എഞ്ചിമിൽ അല്ല സിലിണ്ടറിൻ്റെ ടൈമിൽ കൊരുതാണ്ട് നിൽക്കാനുള്ളൊരു പേഡാണ് ഈ ടൈം എഞ്ചിൻ പേഡ്. അതുകൊണ്ട് ആ ടൈം എഞ്ചിൻ ഫസ്റ്റ് സിലിണ്ടർ ഇത് വെച്ചിട്ട് വേണം ഇടാൻ. മറ്റേ ഒരു പേഡും കൂടി മുകളിൽ വരും, അത് നമുക്ക് ഹെഡിൻ്റെ മുകളിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ അത് നോക്കി കൊടുക്കും. പിന്നെ നല്ലോണം ഹെഡൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് ഇതൊക്കെ ലെങ്ത്ത് കൊണ്ട് നമ്മൾ വാൽവൊക്കെ മാറ്റിയതാട്ടോ. എല്ലാം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പിസ്റ്റണിൻ്റെ കൂടെ ഈ ഒരു വാൽവ് മാറ്റും. പിന്നെ ഒക്കെ ഇൻഡസ്ട്രി വർക്കാണ്. പിന്നെ ഓയിൽ സീൽ ഉണ്ടാവുക ഒക്കെ ചെയ്യും കേട്ടോ. അതൊക്കെ നമ്മൾ ഇൻഡസ്ട്രി കൊടുത്ത് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ഹെഡ് ജാസ്കറ്റ് എന്നാണ് ഇതിന് പറയുക. ഹെഡ് ജാസ്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ടൈം എഞ്ചിൻ അതിൻ്റെ പുറത്തേക്ക് കൂടെ എടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ 2 സ്ലീവ് ഉണ്ടാവും കേട്ടോ, റൗണ്ട് സ്ലീവ് ഞാൻ കാണിച്ചു തരാം. ആ ഒരു സ്ലീവ് നിർബന്ധമായിട്ട് ഇടാൻ നോക്കണം. ഈ പമ്പിങ്ങും ഇതൊക്കെ കറക്റ്റായി ഇറങ്ങാൻ വേണ്ടി ഒരു സീൽ അയ്മൽ എന്നുണ്ട് ഹെഡുമ്മൽ ആയിക്കൊണ്ട് നമ്മൾ ഒരു സീലോ അപ്ലൈ ഇടുന്നുള്ളൂ. 1 അയ്മൽ ഉണ്ടായിക്കൊണ്ട് മറ്റേ സൈഡിലാണ് വരുന്നത്. അതിനെക്കൊണ്ട് ടൈം എഞ്ചിൻ്റെ സൈഡിലത്തെ സീലാണ്. ഇതിന് ശേഷം ഇത് കണ്ടില്ല ഹെഡൊക്കെ ക്ലീൻ ചെയ്ത് ലെങ്ത്ത് കൊണ്ടുപോയിട്ട് വാൽവും അതിൻ്റെ സീലൊക്കെ മാറ്റി കൊണ്ടുവന്നതാണ്. പിസ്റ്റൺ വർക്ക് എടുക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യും, എല്ലാ വണ്ടീനും ചെയ്യുന്നതാണ്. എന്നതിന് ശേഷം ടൈം എഞ്ചിൻ നമ്മൾ പുറത്തേക്ക് ഇങ്ങോട്ട് ഹെഡിൻ്റെ ടോപ്പിലേക്ക് അങ്ങോട്ട് എടുക്കണം. എന്നിട്ട് പുറത്തേക്ക് വെച്ചതിന് ശേഷം ആ ഒരു നല്ലോണം ആട്ടോ ഇതാക്കി കൊടുത്തിട്ട് നമ്മൾ ഹെഡ് ക്യാമ്പ് ഷാഫ്റ്റാണിത്. ക്യാമ്പ് ഷാഫ്റ്റൊക്കെ നമ്മൾ ഈ ആക്സസിൻ്റെ ഒക്കെ ക്യാമ്പ് ഷാഫ്റ്റ് വേഗം കംപ്ലയിൻ്റ് ആവും. നമ്മൾ ഇങ്ങനത്തെ കംപ്ലയിൻ്റ് ഒക്കെ ഇതൊക്കെ അയക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഷാഫ്റ്റ് മാറ്റി കൊടുക്കുക. ഒറിജിനൽ എന്നിടാൻ നോക്കുക, അല്ലെങ്കിൽ സൗണ്ടൊക്കെ പെട്ടെന്ന് വരും. അതുകൊണ്ട് ഒറിജിനൽ 1400 രൂപ അതിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഹെഡിൻ്റെ സൈഡിൽ വരുന്ന 3 ബോൾട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ്, ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ക്യാമ്പ് ഷാഫ്റ്റിൻ്റെ പറഞ്ഞപ്പോൾ തന്നെ ക്യാമ്പ് ഷാഫ്റ്റിന് റോക്രാമൊക്കെ ഇങ്ങനെ അയക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിന് കൂടുതലും ഈ ആക്സസിനൊക്കെ ക്യാമ്പ് ഷാഫ്റ്റ് പെട്ടെന്ന് പോകുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇതിൻ്റെ കൂടെ ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മാറ്റി കൊടുക്കാം. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക, ഒറിജിനൽ എന്നിടാനും നോക്കുക. അതിന് ശേഷം നമ്മൾ ആ ഒരു 10ൻ്റെ റിങ് ഉപയോഗിച്ചിട്ട് ആ ഒരു 3 ബോൾട്ട് ടൈറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഹെഡിൻ്റെ ബോൾട്ടാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത് 12ൻ്റെ. അതിന്മേലാണ് നല്ല 4 ആണ്ടോ 4 ഹോൾസ് ഒരു ഇത് പിടുത്തം വരുന്നത്. ഹെഡിൻ്റെ ഒരു 4 ബോൾട്ട് കണ്ടില്ലേ, അതിന്മേലാണ് നമ്മൾ സൈഡിൽ ഒരു അപ്ലൈ ചെയ്ത് കൊടുത്താണ് നമ്മൾ സൈഡിൽ ടൈറ്റ് ആക്കിയിട്ട്. ഇനി ആ ഒരു ബോൾട്ടാണ് നമുക്ക് ഇടേണ്ടത്. അതുകൂടെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിലോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലത്തെ വീഡിയോസിനായിട്ട് എന്തെങ്കിലും കമൻറ്റ് ഉണ്ട് കമൻറ്റ് അയയ്ക്കുക. ഓക്കെ, അതിന് എല്ലാത്തിനും ബാഷർ ഉണ്ടാവുക. 4 നട്ടിനും ബാഷർ ഇട്ടിട്ട് നമ്മൾ ഒരു 12 TU ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈറ്റായി കൊടുക്കാം. എമ്മിലൊക്കെ ബാഷർ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ബാഷർ ഇടുന്ന കാണിക്കാതെ. ബോൾട്ടുമ്പിൽ എന്ന് കണ്ടില്ലേ ബാഷർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ബാഷറൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് ശേഷം നമ്മൾ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് 12ൻ്റെ ഒരു റിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു TU ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈറ്റായി കൊടുത്താൽ മതി. പിന്നെ 4 ടൈറ്റാക്കി നന്നാക്കി ടൈറ്റാക്കി കൊടുക്കണം. നല്ല ഒരു ഫുൾ ടൈറ്റാക്കി വെക്കുക. എന്നതിന് ശേഷമാണ് നമുക്ക് ഈ റോക്രാം നമ്മൾ ഇതിൽ മാറ്റുന്നുണ്ട്. ക്യാമ്പ് ഷാഫ്റ്റ് കുഴപ്പമൊന്നുമില്ല, റോക്രാം കണ്ടില്ല തേയ്മാനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുയിൻ്റെ കൂടെ നമ്മൾ മാറ്റുന്നുണ്ട്, പുതിയ റോക്രാം വാങ്ങിക്കുന്നത്. അന്നിപ്പോൾ ഒരു റോക്രാമിൻ്റെ വില എന്ന് പറഞ്ഞാൽ 309 രൂപയാണ്. നമ്മൾ OE എന്നാണ് വാങ്ങി. OE എന്നോടാൻ പറ്റൂ, അല്ലെങ്കിൽ
പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഓയിൽ 2 പാക്കറ്റ് വാങ്ങി നമ്മൾ റോക്രാം പുതിയ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് അപ്ലൈ ചെയ്യുന്ന നോക്കാന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു ഞട്ട് വരുന്ന ഭാഗം ഉണ്ടാവും, അത് നമ്മളെ പുറത്തേക്ക് പിന്നെ വാൽവിൻ്റെ ടോപ്പിലേക്കാണ് വെക്കേണ്ടത്. മറ്റേത് ക്യാം ഷാഫ്റ്റിൻ്റെ മുകളിലേക്കാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പിന്നെ ഈ ഒരു പിന്നുണ്ടാവും, 2 പിന്നിൻ്റെ ഒരു ത്രെഡ് വരും. ആ ത്രെഡ് വരുന്ന ഭാഗം നമ്മൾ പുറത്തേക്കാക്കി വെക്കണേ. നമുക്ക് ആ ഒരു ക്യാം ഷാഫ്റ്റ് സ്റ്റക്കൊക്കെ ആയി പോയാൽ നമുക്ക് ഊരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ റിസ്ക്കാണ് ഊരാൻ. നമ്മൾ ഈ ഒരു ക്യാം ഷാഫ്റ്റ് വെക്കുക എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ വെക്കുക കേട്ടോ. നമ്മൾ ടൈമിങ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റോക്രാം വെച്ചല്ല, ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടോ, സിമ്പിളായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് കൊടുക്കുക. എന്നിട്ട് വെച്ചിട്ട് ഒരു പിന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ 2ൻ്റെ ലോക്ക് വരും. ഒരു സ്റ്റാർ സ്ക്രൂ ആണ് വരിക. അതിൻ്റെ ഒരു ക്ലിപ്പ് ലോക്ക് വരും. കണ്ടോ, അങ്ങനത്തെ ലോക്ക് വരും. ആ ലോക്ക് നമ്മൾ എമ്മിൽ വെച്ചിട്ട് ഈ ഒരു സ്റ്റാർ സ്ക്രൂ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഈ ടൈം ചെയിൻ്റെ പിന്നെ വീൽമിലേക്ക് ലൂസായി വരാനൊക്കെ സാധ്യത ഉണ്ടാക്കുകൊണ്ട് അതൊക്കെ നല്ലതുപോലെ ടൈറ്റ് ആക്കുക. നമ്മൾ കണക്റ്റ് ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ ടീ ഉപയോഗിച്ചിട്ട് നല്ലുണ്ടോ സ്റ്റാർ പിറ്റ് ഉപയോഗിച്ചിട്ട് ഫുൾ ടൈറ്റ് ആക്കുന്നുണ്ട്. അതൊക്കെ ടൈറ്റ് ആക്കാണ്ട് വിടരുത്. അതൊക്കെ പ്രശ്നമാണ്, നോക്കണം, ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ടൈം ചെയിൻ പേട് ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് നമ്മൾ ഏറ്റവും ടോപ്പിൽ ഹെഡിൻ്റെ ഉണ്ടോ ആ ഒരു 10ൻ്റെ ബോൾട്ട് സൈഡിൽ വന്ന് അവിടെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. 10ൻ്റെ ടീ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ അടുത്ത് നമ്മൾ ടൈമിങ് സെറ്റ് ചെയ്യണം. ടൈമിങ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഫ്ലൈ വീലിൻ്റെ സൈഡ് ഇങ്ങനത്തെ ഒരു മാർക്ക് ഉണ്ടാവും, അതിങ്ങനെ ടോപ്പിൽ ആ ഒരു മാർക്കിലായി കറക്റ്റാക്കി വെക്കണേ. അത് വെച്ചിട്ട് ഇതാണ് എഞ്ചിൻ ടൈമിങ്. ഇത് ടൈമിങ് റെഡി ആയില്ലേ വണ്ടി സ്റ്റാർട്ട് ആവില്ല കേട്ടോ. പിന്നെ വെച്ചാൽ നമ്മൾ ഈ ടൈമിന് വീലിന് കണ്ടില്ലേ, ആ 2 വര കണ്ടില്ലേ മാർക്ക്, ആ നേരെ താഴോട്ടാക്കി ഞാൻ വെക്കും പോലെ കണ്ടില്ലേ, ആ രീതിയിൽ വെക്കണം. ടൈം ചെയ്യാൻ ഏത് രീതിയിൽ നോക്കിയിട്ട്. പിന്നെ ഒരു ഹോൾസ് ഉണ്ടാവും കണ്ടോ, ഞാൻ അതിൽ നോക്കിയിട്ട് ആ ക്യാം ഷാഫ്റ്റ് കുറച്ച് താക്കിയിട്ട് ഒരു ഹോൾസിൽ കണ്ടോ ഒരു പിന്നുണ്ടാണ്, ആ പിന്നിൽ ഇറക്കി കൊടുക്കണം ബോൾട്ട്. ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇങ്ങനെ. ഇതാണ് ഒറിജിനൽ ടൈമിങ്ങും. ഈ ടൈമിംഗ് ആണ് വരിക. അതിന് ശേഷം നമുക്ക് ഇമെയിൽ ടൈമിങ്ങിൻ്റെ ഒരു ഇതിൻ്റെ കംപ്രഷൻ വരുന്നതിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്യണം. അതിന്മേൽ സ്പ്രിങ് ഉണ്ടാവും, അതൊക്കെ ശ്രദ്ധിക്കണം. ആ സ്പ്രിങ് നമ്മൾ ആ ഹോൾസിൽ വെച്ചിട്ട് വേണം ഈ ഒരു ലീഫ് നേരെ സ്പ്രിങ് കണ്ടോ റൊട്ടേറ്റം കിട്ടാൻ വേണ്ടിയിട്ട്, സ്പ്രിങ് ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് റൊട്ടേറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ മുകളിലാണ് നമുക്കൊരു ലോക്ക് വരും. അതിൻ്റെ മുകളിലാണ് ഈ ടൈമിങ്ങിൻ്റെ ബോൾട്ട് വരുന്നത്. ടൈമിംഗ് അല്ല, സോറി, ടൈമിംഗ് വീലിൻ്റെ 2 ഞട്ട് ഈമലാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. കൊണ്ടുവരെ 4 അല്ലെങ്കിൽ ഉപയോഗിച്ച് നല്ലോണം ടൈറ്റ് ആയി കൊടുക്കണം. അത് രണ്ടും ആ 4 അല്ലെങ്കിൽ ഉപയോഗിച്ച് നമ്മൾ നല്ലോണം ടൈറ്റ് ആയി കൊടുക്കുക. എന്നതിന് ശേഷം ഒരു സ്ലീവ് കൊണ്ട് കണ്ടില്ലേ, ഈ ഒരു ബോൾട്ട് നമ്മൾ ഇടുന്ന ഈ ഒരു ഞട്ട് അതിൻ്റെ ഉള്ളിൽ വീണും പോയത് കൊണ്ട് ശ്രദ്ധിക്കണം നിങ്ങൾ ഫിറ്റ് ചെയ്യുമ്പോൾ. നമ്മൾ സ്പ്രിങ് ആഷൻ അല്ലെങ്കിൽ ഉപയോഗിച്ച് ടൈറ്റാക്കിയ ശേഷം നമുക്ക് ടൈം ചെയിൻ ടൈറ്റ് ആക്കണോ, ആ ഒരു സ്പ്രിങ് ആഷനിൽ കളിക്കണം. എന്നതിന് ശേഷം നമുക്കൊരു ടൈം ചെയിൻ ടൈറ്റ് ആക്കണം. ടൈം ചെയിൻ ഇപ്പോൾ ലൂസാണ്, നമ്മൾ ടെൻഷർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടൈറ്റ് ആക്കി ഞാൻ കാണിച്ചു തരാം. ഉണ്ട് ആ ഒരു ടോപ്പ് ടൈം ചെയിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് ടൈമിംഗ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. എന്നതിന് ശേഷം നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടൈം ചെയിൻ ടൈറ്റ് ആക്കാൻ ടെൻഷനർ അവിടെ വെച്ച് ടൈറ്റ് ആക്കണം. സിലിണ്ടറിൻ്റെ മുകളിൽ ടെൻഷനർ അപ്ലൈ ചെയ്ത് കൊടുക്കണം, എന്നാലും ടൈം ചെയിൻ അവിടെ ടൈറ്റ് ആവും കേട്ടോ. നമ്മൾ ഈ ഒരു ടൈമിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെൻഷൻ നമ്മൾ ഫിറ്റ് ചെയ്യാറ്. നമ്മൾ കണക്റ്റ് സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ തിരിച്ചു കൊടുത്താൽ നേരെ ടൈം ചെയിൻ ലൂസായി ടെൻഷന് താഴോട്ട് ഇറങ്ങും. അതിന് ശേഷം 8ൻ്റെ 2 ബോൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ടെൻഷനർ ഫിറ്റ് ചെയ്ത് ടൈറ്റാക്കി വെക്കണം. അതിന് നമ്മൾ ടീ ഉപയോഗിച്ചിട്ട് 8ൻ്റെ ടീ ആണ് വരിക. അത് നമ്മൾ ടൈറ്റാക്കി കൊടുത്താൽ ഓൾറെഡി ടൈം ചെയിൻ ടൈറ്റായി കിടക്കും. ഒരു ടൈം ചെയിൻ ലൂസാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ് ടെൻഷനർ എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ആ രണ്ടും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇപ്പോൾ ടൈമിങ് കണ്ടില്ല, നല്ല ഫിറ്റായി കറക്റ്റ് ഫിറ്റിങ്ങിൽ നിന്ന്. അടുത്ത വെച്ചാൽ ടാപ്പർ അഡ്ജസ്റ്റ് ആണ്. ടാപ്പർ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ രണ്ടും ടോപ്പ് ഗിയറിൽ എന്ന ടോപ്പിൽ വെക്കണം പിസ്റ്റണ്. നേരത്തെ വെച്ച അതേ ലെവലിലെന്ന് വെച്ചാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ടാപ്പർ അഡ്ജസ്റ്റ് ചെയ്യുന്ന നേരെ കുത്തന തിരയെ അടി ഉണ്ടാവരുത്. അങ്ങനെ ആകുമ്പോൾ സൗണ്ട് ഉണ്ടാവും കുത്തന അടി ഉണ്ടെങ്കിൽ. സൈഡോട്ട് ചെറിയ പ്ലേയും വേണം, ഓവർ ടൈറ്റ് ആവാനും പാടില്ല. ഈ തിരയെ അങ്ങോട്ടും നീങ്ങാണ്ട് നിൽക്കാൻ പാടില്ല. ടാപ്പർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് വേറെ വീഡിയോയിൽ കാട്ടില്ല എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യലിന്. ഇത് നമ്മളെല്ലാം കൂടി ഉൾപ്പെടുത്താനായില്ല, അതിനെക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ബോഡി ഫുള്ള് കവറിങ് ഫിറ്റ് ചെയ്യാണ് കണ്ടില്ലേ. സേഫ്റ്റി കവറാണ് നമ്മളെ ഫ്ലൈ വീലിൻ്റെ. ആ ഫാനിൻ്റെ ഉള്ളിലൊന്നും കല്ലോ എന്തോ കുടുങ്ങിയാൽ ഒക്കെ ജ്യൂസ് അടിച്ച് പോകും. അതുകൊണ്ട് നമ്മളൊരു സേഫ്റ്റി കവറാണ് ഫിറ്റ് ചെയ്യുന്നത്, ഫുള്ള് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ കാർബേറ്റർ അതിൻ്റെ മുകളിൽ വെച്ച് അപ്ലൈ ചെയ്യണം. ഈ ഒരു സേഫ്റ്റി കവർ ഫുള്ള് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് എഞ്ചിന് സേഫ്റ്റിയുള്ള ഒരു കവറാണ് ഇതിൻ്റെ മുകളിൽ വരുന്നത്. ഒരു ബോൾട്ടൊക്കെ സ്റ്റാറും സ്ക്രൂഡ്രൈവറും ഇതിനെ 8ൻ്റെ ബോൾട്ടൊക്കെ ഉണ്ടാവും, അത് വെച്ച് ടൈറ്റാക്കി ചെയ്യാൻ കണ്ടില്ലേ. ആ 2 സൈഡിൽ ടീയാണ് വരിക. പിന്നെ നമ്മൾ കാർബേറ്റർ നമ്മൾ അപ്ലൈ ചെയ്യാണ്. എയർ ഫിൽറ്ററും കൂടെ
ഞട്ട് ആടെ ഫിറ്റ് ഉണ്ടോ ഒരു ഞട്ട് നമ്മൾ ടൈറ്റ് ആക്കിയാൽ കഴിഞ്ഞ്. പിന്നെ നമ്മൾ അടുത്ത വണ്ടി സ്റ്റാർട്ടാക്കുകയാണ്. ആ പമ്പിങ് ഒക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ കവറൊക്കെ അയച്ചിട്ടാണ് നമ്മൾ ചാവി ഓണാക്കി പിന്നെ സ്റ്റാർട്ടാക്കാൻ നോക്കുകയാണ്. കണ്ടോ സ്റ്റാർട്ടാക്കി പമ്പി വർക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു സൗണ്ട് ഇത് ഊരിയിട്ട് കൊണ്ടാണ് പമ്പിങ് പോപ്പുലറായിട്ട് നടക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എഞ്ചിനൊക്കെ സെറ്റ് അല്ല പിസ്റ്റണൊക്കെ ഉണ്ടോ സെറ്റ് ചെയ്ത് നടക്കണം. ഈ കാര്യം നല്ല നോക്കണം. അല്ലെ ക്യാം ഷാഫ്റ്റും റോക്രാമൊക്കെ പിന്നെ അടിച്ചു പോകാൻ ശ്രദ്ധിക്കണം. കണ്ടോ നല്ല പോപ്പുലറായിട്ടുള്ള പമ്പിങ് ഒക്കെ ഉണ്ട്. ഓയിൽ പമ്പ് ചെയ്യുന്നുണ്ട്. കണ്ടോ നല്ല പമ്പിങ് ആണ്. അതിനാണ് നമ്മൾ അയച്ചിട്ട് ഇനി നമ്മൾ സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് പിന്നെ ഈ ഒരു ഒറിജിനൽ സൗണ്ട് എന്ന്. ഇനി നമ്മൾ ഒരു അല്ലാത്ത വയറിങ്ങൊക്കെ നമ്മൾ കൊടുത്ത് കാണിച്ചില്ല, ഓവർ ലാഗായി പോകും വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചാണ് കണ്ടോ അല്ലാണ്ട് സ്റ്റാർട്ടാക്കിയതാണ്. കണ്ടില്ലേ ഇപ്പം നൈസ് വർക്കിംഗ് ആണ്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.